നമ്മൾ ഇന്നൊരു ഗ്രൂമിംഗ് വീഡിയോ ചെയ്യാണ് കേട്ടോ. അതെ, ജടയും ഫുള്ള് കഴിക്കും ഗൈസ്. വേദനിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കും. ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു ഗ്രൂമിംഗ് വീഡിയോ ചെയ്യാണ് കേട്ടോ. അതെ, ഇതാണ് ഗൈസ് കെന്നി മോൻ. ഇപ്പൊ ഇവന്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ജടയും ഫുള്ള് അഴുക്കൊക്കെ പിടിച്ചിരിക്കുക. കാരണം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുമില്ല. ഞാൻ വല്ലപ്പോഴും ഇവിടെ വരുമ്പോഴേ ഉള്ളൂ. അമ്മയ്ക്കും അച്ഛനും രോമം വെട്ടിയാൽ ഇവങ്ങനെ നിന്ന് കൊടുക്കത്തില്ല രോമം വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനാണ് ഇവന്റെ പേഴ്സണൽ ഗ്രൂമർ. ഞാൻ തന്നെയാണ് ഇവൻ രോമമൊക്കെ വെട്ടി കൊടുക്കുന്നതും. കാരണം ഇവൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് വെട്ടിയാൽ അവരൊക്കെ കടിക്കും. എന്നെ ആകുമ്പോൾ പിന്നെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. കുറച്ച് കേട്ടോ, സൈ കെട്ട എന്നെയും കടിക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ ഉള്ളത് ഈ സുന്ദരമായ മുഖം നിങ്ങളൊന്ന് നോക്കൂ. ഇനി കുറച്ച് കഴിയുമ്പം ഈ ഫേസ് ആയിരിക്കത്തില്ല. ഓർക്കണ്ടോ രോമം വെട്ടാൻ പോവല്ലേ? ഇപ്പൊ എന്ത് പാവാണ് ഗൈസ് ഇവൻ. പക്ഷെ രോമം വെട്ടാൻ പോകുമ്പോഴാണ് ഇവന്റെ തനി സ്വഭാവം എന്താന്ന് മനസ്സിലാവുന്നത്. ഇവൻ കടിക്കും ഗൈസ്. നമുക്ക് രോമം വെട്ടിയാലാ? അപ്പൊ നമുക്ക് രോമം വെട്ടാൻ പോകും. എന്തൊക്കെയാ സാധനങ്ങളെന്ന് നോക്കാം. ചീപ്പുണ്ട്. ഇത് നമ്മളിങ്ങനെ ചീപ്പിയിട്ട് ഈ ഒരു ബാക്കിലുള്ള സാധനത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ആ രോമം നിലത്ത് വീഴുന്നതാണ് കേട്ടോ. ഇത് പിന്നെ കത്രിക, ഡ്രിമ്മർ, പിന്നെ ഒരു സാധാ ചീപ്പ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിപ്പം എവിടുന്ന തുടങ്ങണ്ടേന്ന് എനിക്കറിയത്തില്ല. തുടങ്ങിയതേ പറ്റും. മിക്കവാറും ഒരു കടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവൻ ഈ സൗണ്ട് കേൾക്കുമ്പോ ഒരു ഭയങ്കര എന്തോ ഇതാ ചേട്ടേ. അവനിങ്ങനെ ഇവളെ പാട്ട് കടിക്കുന്നത്. ഇവന്റെ രോമം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പഞ്ഞീൻ്റെ പോലത്തെ തീരെ കട്ടിയില്ലാത്ത ഭയങ്കര നേർത്ത രോമമാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വേഗം ജട പിടിക്കും. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആണെങ്കിൽ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ട്രിമ്മറൊക്കെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവ അടങ്ങി നിന്ന് കൊടുക്കുന്നില്ല. എനിക്കിപ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഇവ ആദ്യമായിട്ടാണ് കുറച്ച് അടങ്ങി നിന്ന് തരുന്നത്. കാരണം എന്നെയും കടിക്കാനൊക്കെ വരാറുണ്ട്. നമ്മൾ അവളുടെ മുഖം വെട്ടിയത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ജട ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക്. മുഖത്തെ രോമമാണ് ഗൈസ് ഇത്രയും. ഇവന്റെ രോമം പെട്ടെന്ന് ജട വരുന്നൊരു രോമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഈ ബോഡിയിലുള്ളതും കൂടെ ഒന്ന് വെട്ടിക്കൊടുക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. ഇവന്റെ അമ്മയെ എനിക്ക് കിട്ടുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് വളർത്താൻ തരുന്നതാണ്. കുഞ്ഞിന്നാണ് അവൻ്റെ അമ്മേൻ്റെ പേര്. അപ്പോൾ അവളെ ഞാൻ കല്യാണം കഴിഞ്ഞ് കോഴിക്കോട് പോയപ്പോൾ ഞാൻ അവളെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൾക്ക് എത്രയാണ് 5 മക്കളുണ്ടായി. അതിലേക ആൺതരിയാണ് ഗൈസ് ഇവൻ. ഒരു 2 പെൺകുട്ടികളെ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞി 2 മക്കളും. അതിലിതേ ഒരു ആൺതരിയാണ് ഇവൻ. അപ്പോൾ ഇവനെ ഞാൻ ഇവിടെ കൊല്ലത്തേക്ക് അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. വിചാരിച്ച അത്ര പ്രശ്നമില്ല. ഇവൻ കുറച്ചൊന്ന് സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പം ഇതിൽ നോക്കണം. ഇതിൽ സ്കിന്ന് വരുന്നുണ്ടെങ്കിൽ അവൻ ചൂടാവും. അവപ്പോഴത്തേക്കും കലി വരുമെന്ന്. പിന്നെ അവൻ നിന്നെടുത്തില്ല. കാരണം 1-2 തവണ കടി കിട്ടിയിട്ടുള്ളതാ. കടിക്ക് അങ്ങനെ വന്നിട്ടേ ഉള്ളു കുട്ടി. ഞാൻ എനിക്ക് കടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്തൊരു പാവം. അവൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു കാണും. വെട്ടിക്കഴിയുമ്പോ ഒരു സമാധാനം. ജഡയായിട്ടിരിക്കുന്ന അവന് അസ്വസ്ഥതയാണ്. ഞാൻ പിന്നെ ഇവിടെ വല്ലപ്പോഴും വരുന്നത്. ഒരു മാസം കൂടുമ്പം വരുന്നുണ്ട്. പക്ഷെ വല്ലപ്പോഴായിരുന്നല്ലോ. വല്ലപ്പോഴാണ്. പക്ഷെ ഒരു മാസം കൂടുമ്പോ വന്നിട്ട് 1 മാസം 2 മാസം ഇവിടെ നിൽക്കുകയും ചെയ്യും. എല്ലാ തവണയും വരുമ്പോ വെട്ടിക്കൊടുക്കും. എന്നാലും പിന്നെയും ജടയാവും. ഒരു വൃത്തിയായിട്ട രോമം. സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് ജട വേണം. തീരെ കട്ടിയില്ല അല്ലെ. പഞ്ഞി പോലത്തെ കാണിച്ചിട്ട് ഒരു പഞ്ഞി പോലത്തെ ഒരു രോമമാണ്.
എന്റെ മുഖം കാണിച്ചു. അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ആക്കട്ടെ. ഡ്രിമ്മറിന് ചാർജ് തീർന്നു. അപ്പോ ഈ കത്രിക ആണെങ്കിൽ പഴം വെട്ടിയാൽ പോലും മുറിയത്തില്ല. പഴമൊന്നല്ല പറയാ, ഞാൻ കുഴഞ്ഞു ഗൈസ്. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാലോ? വേണ്ട. എന്ത് സുന്ദരമായ ബീച്ച് വെക്കാൻ വിശ്രമിക്കാൻ ഇനി കത്രി കൊണ്ട് വെട്ടാം. അപ്പൊ കുഞ്ഞിയുടെ റോമോ സെയിം ഈ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. നല്ലപോലെ ജട പിടിക്കുന്ന ഒരു റോമാണ്. ഇത് എങ്ങനെ മാറ്റിയെടുക്കണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം ഞാൻ വെട്ടി നിങ്ങൾ നോക്കൂ, ഇനി അടുത്ത തവണ ഞാൻ ഇവിടെ വരുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും പിന്നെയും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. ഇതെന്ത് ചെയ്താൽ ഒന്നും മാറ്റിയെടുക്കാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ രോമമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഇവനെ കാണാനാണ് കേട്ടോ ഭംഗി. മാംസത്തിൽ തട്ടിയതാണ്. ഒന്നുമില്ല. എന്താണ് എന്റെ കയ്യിലെ കുഴപ്പമാണ്. ഞാൻ ഡ്രിമ്മറിന്റെ ചാർജ് കഴിഞ്ഞു. കത്രിക കൊണ്ട് നല്ലതുപോലെ വെട്ടാനും കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ബാക്കി നമുക്ക് പിറ്റേന്ന് സെറ്റ് ആക്കാന്ന്. അപ്പൊ ഗൈസ് ഇന്നലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഡ്രിമ്മറിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നതേ ഏകദേശം അവനെ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഡ്രിമ്മറൊക്കെ ചാർജ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫുള്ള് പഠിക്കാൻ പോവാണ്. കാരണം ഫുള്ള് ജടയാണ്. അപ്പൊ ഫുള്ള് പഠിച്ചിട്ട് വരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഡ്രിം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഗ്രൂമറെ വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നല്ലതുപോലെ സെറ്റ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഇവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവൻ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ നോക്കണ്ട. ഇവ അറിയാത്ത ആളുകൾ നല്ലതുപോലെ കടിക്കാറുണ്ട് ഗൈസ്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് അങ്ങനെ അവനെ കൊണ്ടുപോകാത്തത്. ഒരു വട്ടം കൊണ്ടുപോയാൽ ചിലപ്പം അത് മാറുമായിരിക്കും, അറിയില്ല. പക്ഷെ ഇവൻ ഇതുവരെ നമ്മളങ്ങനെ കൊണ്ടുപോയിട്ടില്ല. കാലൊന്ന് മുറിഞ്ഞു ഗൈസ്. അപ്പൊ ഞങ്ങളിത് കടിക്കാതിരിക്കാൻ ഹെൽമെറ്റ് ഇടാനുള്ളൊരു ഇതിലാണ് കേട്ടോ. ചെറിയൊരു കടി എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ വേറെ ഒന്നുമില്ല കടിക്കാതിരിക്കാൻ ഇടാൻ. ഹെൽമെറ്റ് ഇട്ടാ റൈഡ് പോയാലോ നമുക്ക്? നീ കാലിൽ കുറച്ച് വെട്ടാനുണ്ട്, പക്ഷെ അവൻ ഇതൊന്നും തരുന്നില്ല ഗൈസ്. ഞാൻ കത്രിക കൊണ്ട് വെട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് മാംസത്തിൽ തട്ടി. മുറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് തട്ടിയപ്പോഴത്തേക്കും അവന് നല്ല പെയിൻ എടുത്തു. അപ്പോൾ എനിക്ക് നൈസായിട്ടൊരു കടി കിട്ടി. മുറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഒരു പേടിയായി കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമുക്ക് മൗത്തിലിട്ട് കൊടുക്കുന്ന ഇതൊന്നും ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ കിടന്നൊരു പഴയ ഹെൽമെറ്റ് വൃത്തിയാക്കി എടുത്തിട്ട് അത് തലയിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കാലിലെ ബാക്കി രോമങ്ങളൊക്കെ വെട്ടാനായിട്ട് എടുക്കുന്നത്. ഇതൊക്കെ സുഖത്തിന് വേണ്ടിയല്ലേ? പാവ ഇവ ഇത്രയ്ക്ക് നല്ലതുപോലെ സഹകരിക്കും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ചെറുതായിട്ടൊന്ന് വേദനിച്ചപ്പോഴാണ് എന്നെ കടിക്കാനായിട്ട് ഇത് വന്നത് കേട്ടോ. അല്ലാതെ അവനൊന്നും ചെയ്തില്ല. ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു. എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നത് എനിക്കറിയില്ല. കാരണം എല്ലാ തവണയും ഞാൻ രോമം വെട്ടാൻ വരുമ്പോൾ എന്നെ നല്ലതുപോലെ കടിക്കാനും ഒരു ദേഷ്യമൊക്കെയാണ് അവന്. പക്ഷെ ഇത്തവണ നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സങ്കടം വന്നു. ആ ഒരു ഹെൽമെറ്റിനുള്ളിൽ അവൻ്റെ മുഖം കണ്ടിട്ട് തന്നെ എനിക്ക് സങ്കടം വന്നു കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ, അവൻ്റെ രോമമൊക്കെ വെട്ടി സെറ്റാക്കി കൊടുത്താൽ അവന് തന്നെ കുറച്ചൊരു റിലീഫാവും. നമ്മൾ സൗന്ദര്യം നോക്കിയിട്ട് കാര്യമില്ല, കാണാൻ ഭംഗി വേണം എന്ന് വിചാരിച്ച് അതിനെ നമ്മൾ ഇതാക്കരുതല്ലോ. പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലും ഇങ്ങനെ പെട്ടെന്ന് ജട പിടിക്കുന്ന രോമം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെട്ടാൻ വന്നതും. അപ്പോൾ ഗൈസ് ദേ കാണിക്കും, ഇത്രയും രോമമാണ്. ഇന്നത്തത് മാത്രമാണ്. ഇന്നത്തത് നമ്മൾ കെട്ടി കത്തിച്ച് കളഞ്ഞായിരുന്നു. ഇന്നത്തത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ പണിയും കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം വെട്ടിയിട്ടുണ്ട്. നമുക്കിത് കത്തിക്കാം. ഒരു കാര്യം കാണിച്ചു തരാം. കാണിക്ക്. നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്? ഇതിന് വർഷങ്ങൾ പഴക്കമുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മുഖം കാണിക്കണേ, ഇത് എൻ്റെ അമ്മ എവിടുന്നോ കളഞ്ഞെടുത്തുന്നെന്തോ പറക്കി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗി. അത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി. എപ്പോഴും പൂവാണോ ഇതിനകത്ത്? ഫുൾ ടൈം സീസൺ ഒന്നുമില്ല. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പൂ തന്നെ കൊറേ നാള് നിക്കല്ലേ? കോട്ട പോലെ ഇങ്ങനെ നല്ല തേനും കിട്ടും. മണമൊന്നുമില്ല, നല്ല തേനുണ്ട്. തേനുണ്ടോ നോക്കട്ടെ. ഉണ്ട്. ജെസിക്കയും സിംബയും. ഇത് ജെസിക്ക,
അത് സിംബ. ഇവരെ അങ്ങനെ എപ്പോഴും തുറന്നു വിടാറില്ല കേട്ടോ, കാരണം ഇപ്പൊ തുറന്നു വിട്ടാ ഇവര് ഇവിടെ ആയിരിക്കത്തില്ല നിൽക്കുക, അടുത്ത പഞ്ചായത്തിലായിരിക്കും നിൽക്കുക. ഓടി 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 വീടൊക്കെ തിരിച്ചു വെക്കും. നേരെ ചെന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ചവിട്ടും കൊടുക്കും. പോട്ടെ, ഇത് വേണോ, ഇത് വേണോ, വേണോ, ഇത് വേണോ ജെസിക്ക? ഗൈസ്, ഏകദേശം നമ്മൾ അവനെ വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്കൊന്നും വെട്ടാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം അവന് ഭയങ്കര ഇറിറ്റേഷൻ. പിന്നെ അത് മാത്രമല്ല, ആ ഡ്രിമ്മറിന്റെ ചാർജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീർന്നു പോവായിരുന്നു. ഏകദേശം ജടയൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്, പക്ഷെ അതിപ്പോൾ വെട്ടിയാൽ ശരിയാവില്ല, കാരണം നൈസായിട്ട് എന്നെ ഒന്ന് കടിക്കാൻ വന്നു. ചെറുതായിട്ടൊന്ന് കൈ മുറിയാൻ പോയി, അപ്പം എന്നെ കടിക്കാൻ വന്നു. അപ്പോൾ ഇപ്പം ഉള്ള അവൻ്റെ കോലം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും ഫുൾ ഹെയറൊക്കെ ആയിട്ട് ഇവനെ കാണുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, എനിക്കിത് കണ്ടിട്ട് വേറെ ഏതോ ഡോഗിനെ പോലെ തോന്നിയത് കേട്ടോ, കാരണം ഇത്രയും പറ്റയായിട്ട് ഇവൻ്റെ ഫേസും ഹെയറും ഞാൻ വെട്ടിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെട്ടുന്നത്. ഞാൻ ഇനി വളരുമ്പോൾ നല്ലതുപോലെ വളർന്ന് വരട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സുന്ദരനായിട്ടുണ്ട്. അവൻ ആകെ നല്ലോണം ഇരുന്നു വന്നു ഗൈസ്, അങ്ങനെ വലിയ ബഹളമൊന്നും കാണിച്ചില്ല. പക്ഷെ ലാസ്റ്റ് ഞാൻ വെട്ടിയ സമയത്ത് ഈ കൈയിന്റെ ഈ ഒരു പോർഷനിൽ എവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്രിക കൊണ്ടതുള്ളൂ, മുറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് അവന് നല്ലതുപോലെ വേദന എടുത്തു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വിശ്വാസക്കുറവ് വന്നു അവന്. അതെ, ഞങ്ങളെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു. അതുകൊണ്ട് പിന്നെ അവൻ നിന്ന് വന്നില്ല. അപ്പൊ നമ്മൾ പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കാനും പോയില്ല. പിന്നെ അത് മാത്രമല്ല, ആ പണ്ടാരം ഡ്രിമ്മർ എനിക്ക് തോന്നുന്നു അതൊരു 8-9 വട്ടം ഓഫ് ആയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴും കുത്തിയിട്ടേക്കുക ഗൈസ്. നല്ലൊരു ഡ്രിമ്മർ മേടിക്കണം. അപ്പൊ എന്തായാലും അവന്റെ ജടയൊക്കെ വെട്ടി സൗന്ദര്യം നോക്കണ്ട, കാരണം അവന് കുറച്ച് റിലീഫ് ആയിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ കണ്ട ഒരു ആട്ടുംകുട്ടിന്റെ പോലെ ഉണ്ട് കാണാൻ. അപ്പൊ നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. വേഗം വളരുമായിരിക്കും. ഞാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് ഷൊണ്ടാവും അല്ലേ? അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമ്മള് രോമൊക്കെ വന്നിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ.